ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞാനങ്ങനെ പൂരം കാണാനായിട്ട് പോയില്ല ഗൈസ്. ഞങ്ങളിവിടെ പ്രോപ്പർ ടൗണിലാണ്, ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് പൂരം ഡേ അങ്ങനെ ഒരുപാട് വെയിലൊക്കെ കൊണ്ട് റഷായിട്ട് അങ്ങനെ പൂരം കാണാൻ എനിക്കിഷ്ടമല്ല. അയ്യോ, പൂരപ്രേമികൾ കണ്ടാൽ എന്നെ അടിച്ചു കൊല്ലുന്നു തോന്നണേ. ഞാൻ അങ്ങനെയാണ് ഗൈസ്. ഇപ്പോൾ എനിക്കിങ്ങനെ തിരക്കൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് അവിടെ എന്താകുമെന്ന് അറിഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാൻ മുന്നോളം മികച്ചയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്ക് തന്നെ ഉണ്ട് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ ഇത് ആ റൗണ്ടിലേക്ക് കിടന്ന് നമ്മുടെ പാർക്കിൻ്റെ എക്സിബിഷൻ്റെ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല. സമയം കാണാനൊന്നും ഒട്ടും എടുക്കാൻ പറ്റില്ല, അത്രമാത്രം തിരക്കാണ്. പിന്നെ ഉണ്ണിയോളം കൊണ്ട് ഇങ്ങനെ ക്യൂ നിന്ന് ഇത്രയും റഷായിട്ട് പോയി നിന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഈസി അല്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു സമയം കാണാനൊന്നും പോകണില്ല എന്ന്. കഴിഞ്ഞ ഇയറൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഇയർ ഉണ്ണിയോളം വെച്ച് ഈസി അല്ല എന്നുള്ളതുകൊണ്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഇത് എക്സിബിഷൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഈ ടൈമിലൊന്നും എക്സിബിഷൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നമ്മൾ ശ്വാസം മുട്ടി മരിക്കും. ഈ വട്ടം റൗണ്ടിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം കുട്ടി ഷോപ്സ് ഉണ്ട്. ഒരുപാട് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ഷോപ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈസി അല്ല, നാളൊന്നും ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെ നടന്ന് വരണം കേസ്. ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരം എനിക്ക് ഒരുപാട് നടന്ന് വെയിലൊക്കെ കൊണ്ട് ഈസി അല്ല. ടൗണിലേക്ക് ഇങ്ങോട്ട് കയറും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി നീങ്ങുന്നുണ്ടായിരുന്നില്ല കേസ്. ഇങ്ങനെ പൊമ്മി നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഷോപ്സൊക്കെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കി ഞാനിങ്ങനെ ബ്ലോക്കും എൻജോയ് ചെയ്യുകയാണ് കേസ്. ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ വന്നിരിക്കണേ, ഒരുപാട് ആൾക്കാർ. പിന്നെ അതേ നമ്മൾ നീങ്ങി പതുക്കെ പന്തലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റിങ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തെക്കിങ്ങാടിൻ്റെ ഉള്ളിൽ കുറച്ച് ആനകളെ കൊണ്ടുവന്ന് ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഉണ്ണികൾക്ക് ആനകളെ കാണിക്കാനായിട്ട് പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം ബൈക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഞങ്ങളിത് ഇറങ്ങിയിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ. നേതു എൻ്റെ സെക്കൻഡ് വൺ വന്നിട്ട് ആനപ്രാന്തനാണ്. ആന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആനേനെയൊക്കെ കണ്ട് ഞങ്ങളിത് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പിടിച്ച് നാളെ ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല കേസ്. അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് അവിടെ പൂരപ്പറമ്പൊക്കെ ഒന്ന് വിസിറ്റ് നടത്തി ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഫുൾ ആനകളാണ് കേട്ടോ. ഇതിൽ കൂടെ ഒക്കെ ആനകൾ പോയായിരുന്നു കേസ്. അപ്പോൾ പന്തലും ലൈറ്റും എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. ഇതാണ് പൂരത്തിൻ്റെ തലേദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ.